ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ നടത്തുന്ന യുദ്ധം 5-ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും സമാധാന സൂചനകളില്ല. റഷ്യക്കാരുടെയും ഒമാന്റെയും നേതൃത്വത്തിൽ നടക്കാനിരുന്ന മധ്യസ്ഥ ശ്രമം നിലച്ചതോടെ യുദ്ധം എത്ര നാൾ വേണമെങ്കിലും നീളാമെന്ന അവസ്ഥയാണ്. യുദ്ധം 4-5 ആഴ്ചകൾക്കകം തന്നെ തീരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ എത്ര നാൾ നീളും എന്നത് സംബന്ധിച്ച് പറയാനാകില്ലെന്നാണ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയത്. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ദീർഘകാല യുദ്ധമാണെന്ന സൂചനകളും പുറത്തുവരുന്നു. വിശാലമായ നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദി വരെ നീളുന്ന വിശാലമായ ജൂതരാഷ്ട്രം എന്ന സങ്കല്പമാണ് നെതന്യാഹുവിനും ഇസ്രായേലിനുമുള്ളത്. ആ ലക്ഷ്യത്തിലേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെങ്കിൽ യുദ്ധം ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല. അമേരിക്കയും ഇസ്രായേലും കൂടിയുള്ള യുദ്ധമായതിനാൽ ഗതിവിഗതികൾ അമേരിക്ക കൂടി തീരുമാനിക്കേണ്ടി വരും. ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കുക, നാവികസേനയുടെ ശേഷി കുറയ്ക്കുക, ആണവായുധ ശേഷി തടയുക എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ലക്ഷ്യമെന്ന് സൈനിക മേധാവി വ്യക്തമാക്കുന്നു. എന്നാൽ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖമനായിയെ ഇല്ലാതാക്കലും ഭരണമാറ്റവും പ്രധാന യുദ്ധ കാരണങ്ങളാണ്. ഖമനായിയെ ഇല്ലാതാക്കാൻ സാധിച്ചെങ്കിലും ഭരണമാറ്റമെന്നത് അത്ര എളുപ്പമല്ല. കാരണം ഖമനായിയെ വധിച്ചത് നയതന്ത്രപരമായി തെറ്റായിപ്പോയി എന്ന വിലയിരുത്തൽ അമേരിക്കൻ നയതന്ത്ര വിദഗ്ധർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആത്മീയ നേതാവിന്റെ മരണം സൃഷ്ടിച്ച ദേശീയതാ വികാരം ജനങ്ങളെ ഒറ്റക്കെട്ടായി ഭരണകൂടത്തോടൊപ്പം നിർത്തുന്നു എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. ഭരണമാറ്റത്തിനായുള്ള മറ്റൊരു വഴി ഇറാനിൽ കരമാർഗം കടന്നുകയറി അധികാരം സ്ഥാപിക്കുക എന്നതാണ്. എന്നാൽ കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഇറാൻ ഭൂപ്രകൃതിയിൽ അധീശത്വം സ്ഥാപിക്കുക അത്ര എളുപ്പമല്ല. അഫ്ഗാൻ യുദ്ധത്തിന്റെ അനുഭവം ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കുണ്ട്. ഇറാന്റെ ആയുധശേഷി പടിപടിയായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവും അമേരിക്കയ്ക്കുണ്ട്. വർഷങ്ങൾ നീണ്ട ഉപരോധം ഇറാനെ തളർത്തിയിട്ടുണ്ട്. ഉപരോധം മൂലം പ്രതിരോധ രംഗവും തളർന്നു. മികച്ച മിസൈൽ ശേഖരമുണ്ടെങ്കിലും കാലഹരണപ്പെട്ടവയും പ്രഹരശേഷി കുറഞ്ഞവയുമാണ് ഇറാന്റെ ആയുധങ്ങൾ. എന്നാൽ ഇറാന്റെ ആയുധശേഷി സംബന്ധിച്ച് ലോകത്തിനത്ര ധാരണയില്ലെന്നതാണ് വസ്തുത. യുദ്ധം തുടങ്ങിയത് സംബന്ധിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ ഭിന്നത ഉടലെടുത്തു. ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണിതെന്ന അഭിപ്രായം അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റുമാർക്ക് യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഇറാനിൽ പ്രധാന യുദ്ധപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ട്രംപ് അത്തരം അനുമതി നേടിയിട്ടില്ല. ഗൾഫ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ പ്രധാന കരയുദ്ധങ്ങൾക്ക് ഭരണാധികാരികൾ അനുമതി തേടിയിരുന്നു. അനുമതി ലഭിച്ചില്ലെങ്കിൽ 60 ദിവസത്തിനകം സൈനിക വിന്യാസങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭരണഘടനയിലുണ്ട്. അതേസമയം അമേരിക്കൻ കോൺഗ്രസ് രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾക്കല്ല, മറിച്ച് ഇസ്രായേൽ ലോബിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണെന്ന വിമർശനവും ഉയരുന്നു. കഴിഞ്ഞ ദിവസം ജനത യുദ്ധത്തിനെതിരെ തെരുവിലിറങ്ങിയിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ബ്രിട്ടീഷ് സേനയും ഇറാൻ ദൗത്യത്തിൽ പങ്കുചേരുമെന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ സഖ്യസേനയ്ക്കൊപ്പമില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കിയത് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളിൽ അതൃപ്തി സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം പാർലമെന്റിലും മുമ്പ് ഇറാഖിൽ ചെയ്ത അബദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ആക്രമണത്തെക്കുറിച്ച് തന്റെ ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. പഴയതുപോലെ ബ്രിട്ടന്റെ സഹായം ലഭിക്കില്ലെന്ന് ട്രംപും വ്യക്തമാക്കി. സൈനിക നിലയം ഇറാൻ ആക്രമണത്തിന് വിട്ടു നൽകില്ലെന്ന് സ്പെയിനും വ്യക്തമാക്കി. ഇതേ തുടർന്ന് തെക്കൻ സ്പെയിനിലെ താവളങ്ങളിൽ നിന്ന് 15 യുദ്ധവിമാനങ്ങൾ സ്ഥലം വിടേണ്ടി വന്നു. ഇറാന് നേരെയുള്ള ആക്രമണത്തെ ബെൽജിയവും അപലപിച്ചതോടെ നിലവിലെ ഇറാൻ ദൗത്യത്തിൽ ന് യൂറോപ്പിന്റെ പിന്തുണ വേണ്ടത്ര ലഭിച്ചില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തെ റഷ്യയും അപലപിച്ചിരുന്നു. ജർമ്മനി, ഫ്രാൻസ് എന്നിവ ഇറാനെ പരസ്യ പ്രഖ്യാപനം നടത്തിയവരാണ്. അതിനാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേറെയും ഇപ്പോഴും ത്രിശങ്കുവിലാണ്. ഈ യുദ്ധം അമേരിക്കയ്ക്കും അത്ര എളുപ്പമല്ല. യുക്രൈന് വലിയ അളവിൽ മിസൈലുകൾ നൽകിയത് ആയുധ ശേഖരത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് മുൻ പ്രതിരോധ സെക്രട്ടറിയുടെ സീനിയർ അഡ്വൈസറായ ഡഗ്ലസ് മക്ഗ്രെഗോർ വ്യക്തമാക്കുന്നു. ദീർഘകാലം നീളുന്ന ഒരു യുദ്ധത്തിന് ആവശ്യമായ മിസൈലുകളോ ലോജിസ്റ്റിക് സംവിധാനങ്ങളോ നിലവിൽ അമേരിക്കയ്ക്കില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അമേരിക്കൻ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകിയാൽ അത് ആഗോളതലത്തിൽ പുതിയ സൈനിക സാമ്പത്തിക സഖ്യങ്ങൾക്ക് കാരണമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.